ബാക്ക് സൈഡ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്ക് സൈഡിൻ്റെ മുകളിൽ ഷോൾഡറിൽ നിന്നും, അതായത് ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. ആ 1/2 ഇഞ്ചിന് താഴെ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 13.5 ഇഞ്ചെന്ന് പറയുന്നത് ഷോൾഡർ ടു അണ്ടർ ബസ്റ്റ് പോയിൻ്റാണ്. അതായത് ബ്ലൗസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ മുതൽ മെയിൻ ഡാർട്ട് അവസാനിക്കുന്നതിന് വരെയുള്ള ലെങ്ത്ത്, അതാണ് ഈ 13.5 ഇഞ്ച്. ഈ ബാക്ക് സൈഡ് ഒന്ന് മടക്കി വയ്ക്കുക. മടക്ക് ഭാഗം സ്റ്റഡിയായിട്ട് നിൽക്കാനായിട്ട് 2 പിൻ കൂടി നമുക്കിവിടെ കുത്തി കൊടുക്കാം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പേപ്പറിലാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പേപ്പറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബാക്ക് സൈഡ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ബാക്ക് സൈഡിൻ്റെ ആം ഹോള്, നെക്ക് വിഡ്ത്ത് 13.5 ഇഞ്ച് വരെയുള്ള ലെങ്ത് ഇത്രയും നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ഡെപ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ചിലാണ് നെക്ക് ഡെപ്ത്ത് വരുന്നത്. അത് നമുക്കിവിടെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് സ്ക്വയറാക്കി വരച്ചതിന് ശേഷം ഒരു യൂനെക്ക് വരച്ചു കൊടുക്കാം. കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോടി നീളത്തിൽ തപ്പും കുട്ടി പാടി താളത്തിൽ ചാഞ്ചാടി. ഇനി ഈ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പീസ്. മുകളിൽ ഷോൾഡറിനുള്ള 1/2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിന് താഴെ വെച്ചിട്ടാണ് നമ്മൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇവിടെ 13.5ക്ക് പകരം 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 1/2 ഇഞ്ച് എന്തിനാണ് കൂട്ടിയതെന്നുള്ളത് പറഞ്ഞു തരാം. ഇനി ഈ ഫ്രണ്ട് പീസിൽ ഡാർട്ടുകൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. 3 ഡാർട്ടുകളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്.